ഹലോ ഗൈസ്, എല്ലാവർക്കും പരദൂഷ ഷോയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കോൺട്രവേഴ്സിന്റെ ഊക്കലും ജസ്റ്റ് ഇൻ വൺ കൊടക്കീഴിൽ. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ബേസിക്കലി കണ്ടന്റ് ക്ഷമ. കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കാണ് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാം. കേരള OS അപ്ഡേറ്റ് വേർഷൻ 2.5678. ഇൻസ്റ്റാഗ്രാം കണ്ണാപ്പി സ്പോൺ റേറ്റ് ഇൻക്രീസ്ഡ് 25%. അമല ഷാജീസ് പുള്ളിംഗം റേറ്റ് ഡിക്രീസ്ഡ് 12%. 3 മല്ലു ആക്ടേഴ്സ് ബഗ് ഫിക്സ്ഡ്. 2 ഫേമസ് ആക്ടേഴ്സ് ഷിപ്പ്ഡ് ടു എയർ. ബൂംബി ഗേൾ സ്പോൺ റേറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ഇൻക്രീസ്ഡ് 12%. ആൻഡ് ഫൈനലി യൂട്യൂബേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റി ബാറ്റിൽ റൗണ്ട് 3 ബിഗിൻ. ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും കടുക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗുഡ് ന്യൂസ് ആണുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വൈറൽ റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. സ്വീഡനിൽ സെക്സ് ഒരു മത്സര ഇനമാക്കുന്നു. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന സെക്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ലെഡ് പൊട്ടിയെന്ന്, പക്ഷെ പാസ്പോർട്ട് വിസയൊക്കെ തപ്പി കണ്ടുപിടിക്കുന്ന മുമ്പ് ഇതിപ്പോ പോയിട്ട് കാര്യമില്ല. ഔദ്യോഗികമായി അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളെ എല്ലാവരും ഇൻഫോം ചെയ്തിരിക്കും. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പേർക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇതെന്റെ അവസാനത്തെ കച്ചിത്തിരുമ്പ. ഇന്നലെ മുതൽ ബാല എയറിലൂടെ സ്പേസിൽ കിടന്ന് നരകത്തേക്ക് പോയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ബ്രൂട്ടോ സഹോദര ചിത്രം മാറിപ്പോയി. ഓ സോറി. നമ്മുടെ ആക്ടർ ബാല ഞാൻ താമസിക്കുന്ന റൂമിൽ എന്റെ സുഹൃത്ത് താമസിക്കുന്നവരെ നേരെ തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ചെറുത്തന്റെ ചാനൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബാലയുടെ കത്തിക്കലൊക്കെ ഇനി നാട്ടുകാരെല്ലാം കൂടി ബാലയെ പൊങ്കാലിടുന്നു. പക്ഷെ കമന്റ് ബോക്സ് ഫുള്ളും ബാലനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. SS ലവർ പറഞ്ഞു ബാല ഡിഡ് ഇറ്റ് ഫോർ ആൾ ഇന്ത്യ. ഹരീഷ് വിക്രം പറഞ്ഞു വെൽ ഡൺ ബാല, ഇവന് ഇതിനപ്പുറം കിട്ടണം. കൈശേഷം പറഞ്ഞു ഫുൾ സപ്പോർട്ട് ബാല, വെരി ഗുഡ് മൂവ്, കലക്കി ബാല, നീ പൊട്ടനല്ല. എന്തോന്നടി ആ മനുഷ്യന്റെ ഒരു വിലയില്ല ഇവിടെ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്റെ കാലം തൊട്ടേ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ്. തോക്കുമായിട്ട് വന്ന് അവിടെ ഉള്ളവരെ ഭീഷണിപ്പെടുത്തുകയും മുറിയെല്ലാം ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും എല്ലാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെൽ ഡൺ ആക്ടർ ബാല, കീപ് ഗോയിങ്. ആക്ച്വലി ഇവരുടെ ഈ കൊണച്ചാടി തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളായി. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഈ ന്യൂസ് ഒരുപാട് ട്രെൻഡിങ് ആയി. കുറെ മെയിൻ സ്ട്രീം ഏജന്റുമാർ ഇതൊക്കെ കണ്ടന്റ് ആക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കുണയ്ക്കുന്നില്ല. അറിയണ്ടെങ്കിൽ ഇനി ഒരു മാസത്തെ കണ്ടന്റ് ഇത് തന്നെ ആയിരിക്കും. എന്തായാലും ഇത് കേസൊക്കെ ആക്കിയിട്ട് കാണാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. പ്രായപൂർത്തിയായ ഏതൊരു പുരുഷന്റെയും പേഴ്സിൽ നിർബന്ധമായും കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ് കോണ്ടം. കോണ്ടംല്ലേ 500 നോട്ട് കണ്ടിട്ട് കാലങ്ങളായി. ഈ പേഴ്സിൽ എന്തിനാണ് ബ്രോ കോണ്ടം? ആന്തിലമാസിൽ ഒരു വീഡിയോയോടും അതിനാണെങ്കിൽ ഓരോ ഹീറോയിൻ എയറിൽ പോകുമായിരുന്നു. ഇപ്രാവശ്യം എയറിൽ പോകാൻ പോകുന്നത് ഹൻസിക. അതായത് പാർട്ട്ണർ മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ ആ സിനിമയിൽ അഭിനയിച്ച റോബോ ശങ്കർ ഹൻസികിനെ കുറിച്ച് നടത്തിയ സ്പീച്ച് കാരണമാണ് ഹൻസിക എയറിൽ പോയിട്ടുള്ളത്. முதல்ல வாணி வந்து அவங்க வந்து எப்படி சொல்றது அப்படின்னா மெழுகு பொம்மை தான். அந்த மைதா மாவு பிணைஞ்சு அதை உருட்டி செவத்துல அடிச்சா போய் சொத்தக்குன்னு போய் ஒட்டிக்கு பாருங்க, அந்த மாதிரிங்க. ഈ എല്ലാ ഊക്കലും തുടങ്ങുന്ന മുമ്പ് നമ്മൾ ഊക്കാൻ പോണ ആളിനെ കുറച്ച് പൊക്കിപ്പാറും. അതായത് ഹിമാലയത്തിന്റെ മേലെ നിന്ന് തള്ളിയിടണമെങ്കിൽ നമ്മൾ ആദ്യം അയാളെ വിളിച്ച് ഹിമാലയത്തിന്റെ മേലേക്ക് പൊക്കി കൊണ്ടുപോകണ്ടേ. ആ പൊക്കി കൊണ്ടുപോലാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് തള്ളിയിടൽ. അതായത് പാർട്ട്ണർ സിനിമയിൽ റോബോ ശങ്കറിന് ഹൻസികിന്റെ കാലിൽ തൊടുന്ന ഒരു സീൻ ഉണ്ടായി. പക്ഷെ ഹൻസിക കാലിൽ തൊടാൻ സമ്മതിച്ചില്ല. കാരണം ഹീറോ മാത്രമാണ് ഹൻസികിനെ തൊടാൻ പറ്റുള്ളൂ എന്ന് ഹൻസിക പറഞ്ഞു. அவங்க காலை நான் தடவணும், அதாவது மொட்டிக்கு கீழே காலை தடவணும் ஒரு பொருளை தேடி. அந்த காட்சி எடுக்கிறதுக்கு பல முறை நானும் போராடிட்டேன். ஆனா முடியவே முடியாதுட்டான். காலில எல்லாம் விழுந்து கெஞ்சணும் நானும் டைரக்டரும். கட்டவரில் மட்டுமா தடவிக்கிறேங்கன்னு முடியாது. ஒன்லி ஃபார் ஹீரோ ஆதி டச்சிங் மீ, நாட் எனிபடி, டோன்ட் ப்ளீஸ் കീപ് ക്വൈറ്റ് அப்படின்ட்டாங்க. അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ ഹൻസിക നടിയായതുകൊണ്ടുള്ള അഹങ്കാരം കൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞു. ഹൻസികയ്ക്ക് നടിയാകാനുള്ള യോഗ്യത കൂടി ഇല്ലെന്ന് പബ്ലിക്കലി പറഞ്ഞു. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഫുൾ റിപ്പോർട്ടറിന്റെ ഫാൻസ്. ഹൻസികയുടെ കുറച്ച് വെളുപ്പുള്ളതിന്റെ കഴപ്പ് എന്തായാലും മാറി കിട്ടിയിട്ടുണ്ടാകും. കാരണം അത്രയ്ക്കും ട്രോൾ ഹേറ്റേഴ്സാണ് ഹൻസിക ഈ ഒരു ഇഷ്യൂ കൊണ്ട് വന്നത്. ഈ ഹീറോയിന്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിൽ നമ്മുടെ തമിഴ്നാട്ടിനൊക്കെ എത്ര മുകളിലാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. തമിഴ്നാട്ടിൽ 3-ൽ 2 സിനിമയിൽ ഹീറോയിൻ ഭയങ്കര പെർഫെക്റ്റ് ഫേസുള്ള ഭയങ്കര സെക്സി ബോഡിയുള്ള ഭയങ്കര പെർഫെക്റ്റ് ഫിഗർ ആയിരിക്കും. അവിടെ ഏതെങ്കിലും ഹീറോയിൻ ഫീൽഡോട്ട് ആയി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു അടുത്ത സിനിമയിൽ വീണ്ടും ട്രെൻഡിംഗ് കയറും. ബട്ട് ദ പ്രോബ്ലം ഈ ലോകത്തായ 2% ആളുകൾക്ക് മാത്രമാണ് പെർഫെക്റ്റ് സിമെട്രിക്കൽ ഫേസസ് ഉള്ളത്. ആക്ട്രസ് ആവുമ്പോൾ ആളുകൾക്ക് ഇതൊരു കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്ന കാര്യം. ബട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പുട്ടിയടിച്ച് മെഴുകിടുന്നത് പോലെ ഐറ്റം ഡാൻസ് കളിക്കുന്ന ആക്ട്രസ് വളരെ കുറവാണ്. ഇവിടെ എങ്ങനെയാണ് അവർ റിയൽ ലൈഫിലുള്ളത് അതുപോലെ തന്നെയാണ് ഇവർ സിനിമയിലും പോർട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആളുകൾ ഇത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ആക്ടർ ആവാൻ നിങ്ങൾക്ക് മതാബയുടെ വെളുപ്പം ഐറ്റം ഡാൻസ് കളിക്കേണ്ട ബോഡി വേണമെന്നില്ല. നിങ്ങൾക്ക് ആക്ടിംഗ് സ്കിൽ മാത്രം മതി. കേരള ഹാസ് ദി ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ആൻഡ് ദിസ് ഇസ് വാട്ട് ലിറ്ററസി ക്യാൻ ഡു ഇൻ അവർ സൊസൈറ്റി. നമുക്കെല്ലാവർക്കും അറിയാം അമല ചേച്ചി ഭയങ്കരമായിട്ട് പാടാൻ കഴിവുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അമല ചേച്ചിയുടെ ഫാൻസും പാട്ടിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കഴിവേറുകളാണ്, പ്രത്യേകിച്ച് മലയാളം പാട്ട്. என்ன பாட்டுன்னா இது வந்து மலையாள பாட்டு. എന്റെ പെണ്ണ് ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് തൊട്ടുണ്ട് പോയി. നിന്റെ അപ്പം ജിമ്മിക്ക് കമ്മലൊക്കെ ഇടോ? പുള്ളിങ്ങംസ് അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ പെണ്ണ് ബാങ്ക് കുത്തി ഇങ്ങമ്മ തുടിച്ചിക്കിട്ട്
ഇരുതര ജാതരയും നേതരയും നുത്തുവണ്ണ ബോജിരകുര നോത്തുന്നു ഈ പോകവായി നുത്തുവണ്ണബേ അലൈകടൽ കാച്ചുനുതി കാതുകുത്താൻ പാടുവേനേണ്ട സരകര വേറ ബതി വീര ബടുകാമവേന്ദര. കാമവേന്ദ്രനോ? ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ട് ശരിക്കും എനിക്ക് സങ്കടം വന്നു. ഫുള്ള് ഇയാൾക്കെതിരെയുള്ള തെറിവിളിയും കളിയാക്കലും മാത്രം. പക്ഷെ അത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രോ ഈ വീഡിയോ കണ്ടെങ്കിൽ എന്റെ അഡ്വൈസ് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കണം. നമുക്കെതിരെ കല്ലെറിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും ബ്രോ. അവർ നമുക്കെതിരെ കല്ലെറിയട്ടെ, കൂകി വിളിക്കട്ടെ, കളിയാട്ടെ. പക്ഷെ ഒരു ദിവസം നീ അവരുടെ മേലെ കൂടെ പറക്കും ബ്രോ, ഒരു കാക്കയെ പോലെ. എന്നിട്ട് വല്ല ലൈൻ കമ്പിൽ പോയി കറണ്ട് അടിച്ച് ചാവും. കീപ് ഗോയിങ് ബ്രോ, ഡോണ്ട് കം ബാക്ക്. ഇഫ് യു കം ബാക്ക് ഐ വിൽ കം ഓൺ യുവർ ബാക്ക്. ബാക്ക്. എന്റെ നാടിന്റെ സംസ്കാരത്തിലും എനിക്ക് അഭിമാനമുണ്ട്. അവളോട് ശുണ്ടി, അവന്റെ ദണ്ഡി, അതിനിപ്പോ മമക്കെന്താ? പക്ഷെ പോയത് എന്റെ MP, ആയത് എന്റെ കമ്പി. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. മലയാളികളെ കോണ്ടം ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയില്ല കേട്ടാ. കോണ്ടം പോയിട്ട് കോണ്ടം എങ്ങനെ ഉപയോഗിക്കാന്നും കൂടി അറിയില്ല. ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി വെക്കുക. അയാളിന് അത് വലിയൊരു ഹെൽപ്പ് ആകും. നമ്മുടെ ഷോയുടെ ഫൈനൽ സെഗ്മെന്റിക്കോ മീം ഓഫ് ദി ഡേ. ഇതൊന്നും കാണാതെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എൻ്റെ നാട്ടിൽ എന്നേക്കാൾ പണമുള്ളവരുണ്ട്. അവർ പലരും ഇതൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ എന്നോ ഇവിടെ നിന്ന് ഞാൻ ഓർക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം എത്ര വേസ്റ്റ് ആയിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സിന് ഒന്ന് ട്രോൾ ചെയ്തുകൊണ്ട് കുറേ പേര് ഇൻബോക്സിൽ ഒന്ന് തെറി പറയുന്നുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഊമ്പുടാ ഊമ്പുടാ മൂച്ചി മുട്ട ഊമ്പുടാ ഉമേ 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 ഉമേ